മിസ്റ്റർ ബ്രിട്ടാസിന് ഓർമ്മയുണ്ടോ? അമേരിക്കയിലേക്ക് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ വിക്കിലിക്സിൽ വന്ന താങ്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് ഓർത്തെടുത്താൽ നന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ വലിയ നിങ്ങളുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ CPIയുടെയൊക്കെ മുഖ പത്രത്തിൽ കൃത്യമായിട്ടുള്ള ചില ലേഖനങ്ങൾ വന്നതും നമ്മളാരും മറന്നിട്ടില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വികന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരു കാലത്ത് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ബ്രിട്ടാസ് എന്തൊക്കെയാണ് പുറം രാജ്യങ്ങളിലേക്ക് വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും അക്കാലത്ത് ചർച്ച ചെയ്തതാണ്. അത് പിണറായി വിജയൻ്റെ കാര്യമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്വം കൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മിസ്റ്റർ ബ്രിട്ടാസിന് കിട്ടിയിട്ടുള്ളത് എന്നും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ബ്രിട്ടാസ് ഇങ്ങനെ ആ രാജ്യത്തിൻ്റെ നയത്തിനെതിരായി സംസാരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. കുംഭമേള വേണ്ടെങ്കിൽ, സന്യാസിമാരെ വേണ്ടെങ്കിൽ, ഭഗവത്ഗീത വേണ്ടെങ്കിൽ, രാമായണം വേണ്ടെങ്കിൽ, ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കോരൻ്റെയും കാളിയുടെയും സാധാരണ രാഘവേട്ടൻ്റെയും ഒക്കെ ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന നാണയത്തുട്ടുകൾ അതിവിടുത്തെ ഈശ്വര സന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന കാണിക്ക, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദേവസ്വം വകുപ്പിൽ ഇരിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇവിടുത്തെ സന്യാസിമാരോടുള്ള അവഗണനയും അന്യായവും നിർത്തിക്കാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പല പുണ്യസ്ഥലങ്ങളിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ വേദനിക്കുന്നുണ്ട്. എന്താ കൊച്ചിയിലുണ്ടായത്? 10 സ്ത്രീകൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഉമ്മ ടീച്ചർ മുകളിൽ നിന്ന് താഴെ വീണു അല്ലേ? നമ്മളെല്ലാവരും ദുഃഖിച്ചു. അതുപോലും നോക്കാൻ അറിയാത്ത ഭരണകൂടം എറണാകുളത്തുണ്ടായിരുന്നു. ഒരു കെട്ടിടം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോർഡ് കെട്ടേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത്രയും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഇത്ര കണ്ട് സ്നേഹമാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുത്താൽ പോരെ? അതല്ലേ നല്ലത്? അവിടെ ഇരുന്നു കൊണ്ട് ഏത് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കലാപരിപാടികൾ നിർത്താൻ മിസ്റ്റർ ബ്രിട്ടാസ് തയ്യാറാവണം. നമസ്കാരം. മതമില്ലാത്ത ജീവന് വേണ്ടിയും മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയും രാപ്പകൽ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് കുംഭമേളയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഹൈന്ദവ വിശ്വാസികൾ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം കൊണ്ടാടുന്ന അതിപരിപാവനമായ പുണ്യപുരാതനമായ ഒരു ചടങ്ങാണ് കുംഭമേള. നാഗ സന്യാസികളടക്കം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിവര്യന്മാർ കുംഭമേളയ്ക്കെത്തുക വലിയ ചടങ്ങ് തന്നെയാണ്. ഒരുപക്ഷെ ഭാരതത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു മതപരമായ ചടങ്ങും ആഘോഷവും തീർത്ഥ സ്നാനവും തന്നെയാണ് കുംഭമേളയിൽ നടക്കുന്നത്. ഈ കുംഭമേളയുടെ പരിപാവനത എന്താണ് എന്നറിയാതെ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതേക്കുറിച്ച് അവഹേളനപരമായ അഭിപ്രായം രേഖപ്പെടുത്തിയ ജോൺ ബ്രിട്ടാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തന്നെ അതീവ രഹസ്യങ്ങളായ നിഗൂഢ രഹസ്യങ്ങൾ മറ്റു വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ ജോൺ ബ്രിട്ടാസിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ ചില ഭിന്നസ്വരങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രിട്ടാസ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോലും ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജോൺ ബ്രിട്ടാസ് എങ്ങനെയാണ് ഭാരതത്തിന്റെ അതിവിശാലമായ വിപുലമായ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. മതേതര മൂല്യങ്ങൾ പുലർത്തുകയും മതേതര വിശ്വാസത്തോടു കൂടി ഏകോദര സഹോദരങ്ങൾ ഭാരതത്തിൽ കഴിയുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആരുടെയും മതവിശ്വാസങ്ങൾ അടിച്ചമർത്താൻ ഭാരതത്തിന്റെ ഭരണഘടന ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ മഹനീയമായ ഒരു കർമ്മത്തെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് തുറന്നടിച്ചിട്ടും ജോൺ ബ്രിട്ടാസിന് അത് പറയുവാനുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവും കൽപ്പിക്കപ്പെട്ട് കിട്ടിയത്. മറ്റെവിടെയെങ്കിലും ആയിരുന്നു ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ, അതായത് ജോൺ ബ്രിട്ടാസ് ഇപ്പോഴും നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന
ചൈനയിൽ വച്ചിട്ടാണ് ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ചൈനയുടെ ഒരു ദേശീയ ഉത്സവത്തിനെതിരെ ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ ഗതി എന്താകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ജോൺ ബ്രിട്ടാസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നയവൈകല്യത്തിനെതിരെ കുംഭമേളയെയും ശബരിമലയെയും ഗുരുവായൂരിനെയും ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെയും ഒന്നും മനസ്സിലാക്കാനോ അതിനെ ആദരിക്കാനോ സാധിക്കാത്തവർ ശബരിമലയുടെയും ഗുരുവായൂരിന്റെയും എല്ലാം ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി നടക്കുന്നു. ജോൺ ബ്രിട്ടാസിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച്, മതേതര മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന തരത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ ഈ പ്രസ്താവനയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയുന്നു എന്നറിയുവാൻ താല്പര്യമുണ്ട് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ജോൺ ബ്രിട്ടാസിന്റെ ഹൈന്ദവ മതത്തിനെതിരെയുള്ള കുംഭമേളയ്ക്കെതിരെയുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. കുംഭമേളയെക്കുറിച്ചും ഹൈന്ദവ വിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ചുമെല്ലാം ജോൺ ബ്രിട്ടാസ് നടത്തിയ തെറ്റായ തലതിരിഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തിയുക്തം പ്രതികരിച്ച ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാജ്യസഭാ MP ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുംഭമേളയ്ക്കെതിരെയുള്ള അധിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. സ്വന്തം വ്യക്തി ജീവിതത്തിൽ പോലും മതത്തെ മാറ്റി നിർത്തി ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നമ്മളൊക്കെ കണ്ടതാണ്. എങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന് അവളുടെ വിവാഹം നടത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബ്രിട്ടാസിൻ്റെ മകളുടെ വിവാഹം നടന്നത് നമ്മളെല്ലാവരും കണ്ടത്. എനിക്കൊക്കെ അതിൽ സന്തോഷമേ ഉള്ളൂ. സ്വന്തം മതത്തിൽ വിശ്വസിക്കുക, സ്വന്തം മതത്തിൻ്റെ മതമനുസരിച്ചുകൊണ്ട് അത് പഠിക്കുക, മനസ്സിലാക്കുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അതിലും സന്തോഷം. സ്വന്തം ഭാര്യയുടെ അമ്മായി അച്ഛൻ, അദ്ദേഹം ബിഷപ്പ് ഹൗസിൽ ജോലി ചെയ്യുകയായിരുന്നു എത്രയോ വർഷങ്ങൾ. കൈരളിയിൽ തന്നെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, എപ്പോഴും ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുന്ന ഒരാളായിരുന്നു മിസ്റ്റർ ബ്രിട്ടാസ്. എന്നാൽ ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ളത്, ലോകം ഉറ്റുനോക്കുന്ന എന്താണ് കുംഭമേളയിൽ വ്യാഴഗ്രഹത്തിൻ്റെ പരിക്രമണം എന്നതിനെക്കുറിച്ച് പോലും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹാഭാരതത്തിലെ, ഈ രാഷ്ട്രത്തിലെ മുഴുവൻ സന്യാസിമാരും, അതായത് ഇദം ന മമ രാഷ്ട്രായ സ്വാഹ എന്ന് പറയുന്ന, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് പറയുന്ന, സർവേഭി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ് പറയുന്ന മംഗള ശ്ലോകം ചൊല്ലുന്നവരുടെ നാടാണ് ഭാരതം. ലോകത്ത് എവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപിക്കാൻ സാധിച്ചിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടി നാടാണ് ഈ ഭാരതം. അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇത്രയും ജനലക്ഷങ്ങൾ അണിനിരന്നുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ഒരു കർമ്മമായിട്ട് 100 വർഷത്തിലേറെയായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കുംഭമേളയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ തിരമാലകളെ, അതായത് AI ക്യാമറയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രിട്ടാസ് MP നടത്തിയിട്ടുള്ള പ്രസംഗത്തിന് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ നെറ്റിയിൽ ഈ ചന്ദനക്കുറി തൊടുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു മറുപടി പറയണം എന്ന് ആഗ്രഹം തോന്നിയത്. മിസ്റ്റർ ബ്രിട്ടാസിന് ഓർമ്മയുണ്ടോ, അമേരിക്കയിലേക്ക് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ വിക്കിലീക്സിൽ വന്ന താങ്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് ഓർത്തെടുത്താൽ നന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ വലിയ നിങ്ങളുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ CPIയുടെയൊക്കെ മുഖ പത്രത്തിൽ കൃത്യമായിട്ടുള്ള ചില ലേഖനങ്ങൾ വന്നതും നമ്മളാരും മറന്നിട്ടില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വികന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരു കാലത്ത് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ബ്രിട്ടാസ് എന്തൊക്കെയാണ് പുറം രാജ്യങ്ങളിലേക്ക് വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും അക്കാലത്ത് ചർച്ച ചെയ്തതാണ്. അത് പിണറായി വിജയൻ്റെ കാര്യമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്വം കൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മിസ്റ്റർ ബ്രിട്ടാസിന് കിട്ടിയിട്ടുള്ളത് എന്നും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇരുന്നു കൊണ്ടായിരുന്നു, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ബ്രിട്ടാസ് ഇങ്ങനെ ആ രാജ്യത്തിൻ്റെ നയത്തിനെതിരായി സംസാരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയാണ്. ഇവിടെ ക്രിസ്ത്യൻ മതസമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഇസ്ലാം സമൂഹത്തിന് മക്കയിൽ പോയി അവരുടെ ആചാരവും അനുഷ്ഠാനവും നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഈ ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കുംഭമേളയിലേക്ക് വരാനും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുംഭമേളയിൽ പോകണമെന്ന ആഗ്രഹം തോന്നിയാൽ പോകാനും പങ്കെടുക്കാനും ഈ രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ നെഞ്ചിൽ കയറാം, കുതിര കയറാം, അവരെ എന്തും പറയാം, അധിക്ഷേപിക്കാം, അവരെ വെല്ലുവിളിക്കാം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം. കുംഭമേള വേണ്ടെങ്കിൽ, സന്യാസിമാരെ വേണ്ടെങ്കിൽ, ഭഗവത്ഗീത വേണ്ടെങ്കിൽ, രാമായണം വേണ്ടെങ്കിൽ, ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കോരൻ്റെയും കാളിയുടെയും സാധാരണ രാഘവേട്ടൻ്റെയും ഒക്കെ ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന നാണയത്തുട്ടുകൾ അതിവിടുത്തെ ഈശ്വര സന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന കാണിക്ക, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദേവസ്വം വകുപ്പിൽ ഇരിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സന്യാസിമാരോടുള്ള അവഗണനയും അന്യായവും നിർത്തിക്കാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നല്ലോ. മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. മഹാത്മാഗാന്ധിജി പോയ കുംഭമേളയെക്കുറിച്ച് ചരിത്രമറിയാതെ ബ്രിട്ടാസ് സംസാരിക്കുകയാണ്. അതായത് ഏതും പഠിക്കുന്നു എന്ന് പറയുന്ന, ഞാൻ വലിയ ആളാണ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, രാഷ്ട്രത്തിൻ്റെ മണ്ണിനെ സ്നേഹിച്ച, ഈ രാഷ്ട്രത്തിൻ്റെ സനാതന സംസ്കൃതിയെ സ്നേഹിച്ചവർ മുഴുവൻ കുംഭമേളയെ അംഗീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഭാരതാംബയുടെ ഒരു പിടി മണ്ണെടുത്ത് തൻ്റെ തല മുതൽ പാദം വരെ ശരീരത്തിൽ പുരട്ടി എന്ന് അദ്ദേഹത്തിന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം മനസ്സിലാക്കിയിട്ടുള്ള ആർക്കാണ് അറിയാത്തത്? അപ്പോൾ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സനാതനമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമൊക്കെ ഈ ബ്രിട്ടാസിനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത്. എന്തെങ്കിലും നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? അല്ല, ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു നിയമവും വേണ്ട. എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു. ഇപ്പം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ്. അവരുള്ളിൽ ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി? അല്ല, രോഗമാണോ അത്? ഞാൻ പറഞ്ഞ എന്താണ്, ശബരിമലയെ തകർക്കാൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി, പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മലകയറ്റിച്ചതിൻ്റെ അതിൻ്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് രോഗമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആരാണ്? ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 10 ദിവസം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ? മേലനങ്ങി പണിയെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സഖാക്കന്മാരുടെ പട്ടികയിൽ ജോൺ ബ്രിട്ടാസിനെ പെടുത്താൻ പറ്റുമോ? ജോൺ ബ്രിട്ടാസ് പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ, കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി വേർപ്പൊഴുക്കിയ തൊഴിലാളികളുണ്ട്.
പണപ്പിരിവ് നടത്തിയ തൊഴിലാളികളുണ്ട്. 10,000-ൽ താഴെയുള്ള ഓഹരികളൊന്നും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികളുടെ വിയർപ്പിന് വില കൽപ്പിക്കാത്ത ആളാണ് ജോൺ ബ്രിട്ടാസ്. ഇദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്? ഇദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭയിൽ കയറിയത്? ഇതൊക്കെ ഞാൻ പറയണോ? അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിനോട് താല്പര്യമില്ല, സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ച് ബോധമില്ല. താൻ ഇപ്പോൾ രാജ്യസഭ MP ആയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ 4 അക്ഷരം ഇംഗ്ലീഷ് അറിയുന്നു എന്ന് മാത്രമുള്ളത് കൊണ്ട് എന്ത് വിഡ്ഢിത്തവും നാട്ടിൽ നടന്ന് വിളിച്ചു പറയാമെന്നുള്ള വ്യാമോഹം അത് ബ്രിട്ടാസിന് വേണ്ട. അത് ബ്രിട്ടാസ് എടുത്ത് കളയുന്നതാണ് നല്ലത്. അമേരിക്കയിലെ ചില ആളുകളുമായിട്ട് ബ്രിട്ടാസിന് കൂട്ടുണ്ട്. അതിൻ്റെ ചില രേഖകൾ ഞാൻ ഇന്ന് പത്രക്കാർക്ക് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത ചില രേഖകൾ അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതെല്ലാം മാധ്യമപ്രവർത്തകന്മാർക്കും കൊടുക്കണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റായി നിൽക്കുക, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുക, അത് വീട്ടിലും പുലർത്തുക. നാട്ടിൽ മാത്രമല്ലല്ലോ, തൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ മക്കളൊന്നും അമ്പലത്തിൽ പോകണ്ട, തൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കളുടെ മക്കളൊന്നും ഗണപതി ഭഗവാനെ തൊഴണ്ട, തൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കന്മാരുടെ വീട്ടിൽ നിന്നാരും ശബരിമലയിൽ പോകണ്ട. എന്നാൽ എൻ്റെ മകളുടെ കല്യാണം അത് പള്ളിയിൽ തന്നെ നടത്തണം. ഈ തീരുമാനമെടുക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ തെരുവിലിറങ്ങുന്നത് പിണറായി വിജയൻ വിളിക്കുന്ന പാർട്ടി യോഗത്തിൽ എന്ത് വിഡ്ഢിത്തവും ബ്രിട്ടാസിന് പറയാം. കാരണം ബ്രിട്ടാസിന് ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നത് മുഖ്യമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഈ രാജ്യസഭ MP സ്ഥാനം കിട്ടിയത്. അല്ലാതെ ഞങ്ങളൊക്കെ കാലാകാലമായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുകയാണ്. അങ്ങനെ പൊതുപ്രവർത്തനം നടത്തിയിട്ട് കയറി വന്ന ഒരാളല്ല ഈ ബ്രിട്ടാസ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസ് ഇവിടുത്തെ സനാതന മൂല്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ, അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും എന്ന് ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് അത്യന്തം ഖേദകരമാണ്. പിന്നെ AI ക്യാമറ, എന്തായാലും നിങ്ങൾ വെച്ച ക്യാമറ പോലെയല്ല കുംഭമേളയുടെ പരിസരത്ത് ക്യാമറ വെച്ചിട്ടുള്ളത്. അവിടെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുകയാണ്. നിങ്ങളെവിടെയാണ് ക്യാമറ വെച്ചത്? നിതിൻ ഗഡ്കരി കൊടുത്ത റോഡിൻ്റെ സൈഡിൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 380 കോടിയിലധികം രൂപയ്ക്കാണ് നിങ്ങൾ ക്യാമറ വെച്ചത്. ആരാൻ്റെ പണ്ട് പറയും, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. പാവപ്പെട്ട സഖാക്കന്മാരുടെ മക്കൾ പള്ളിയിൽ പോയാൽ, അമ്പലത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ട് ആധ്യാത്മിക സ്പിരിച്വൽ ഒരു ഓറ അവർക്ക് കിട്ടിയാലോ. പക്ഷെ സ്വന്തമായിട്ട് അത് കിട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ബ്രിട്ടാസിനില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണെന്ന് അമ്പലങ്ങളിൽ ഈ കാണിക്കയിടാൻ എന്തിനാ സ്ഥലം വേണോ? ദേവസ്വം ബോർഡ് എന്തിനാ? നിങ്ങൾ പിരിച്ചുവിട്ടോ. നിങ്ങൾക്ക് സന്യാസിമാരെ വേണ്ടെങ്കിൽ, അമ്പലങ്ങൾ വേണ്ടെങ്കിൽ, ജപം വേണ്ടെങ്കിൽ, മന്ത്രങ്ങൾ വേണമെങ്കിൽ. ബ്രിട്ടാസ് ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്താണ് ഷോഡശ സംസ്കാരം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ മരണം വരെയുള്ള ആ കാലഘട്ടങ്ങളിലൂടെ ആ കുട്ടിയുടെ യാത്ര നിങ്ങൾക്കറിയുമോ? എന്താണ് സനാതന സംസ്കൃതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. ഒന്നും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സ്വയം അപമാനിതനാകാൻ ശ്രമിക്കരുത് എന്ന് പറയുകയാണ്. AI ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. AI ക്യാമറ ആളുകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് അവിടെ പരിശോധിക്കുന്നുണ്ട്. AI ക്യാമറയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. എത്രയോ നല്ല രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് എത്തി തിരക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, വലിയ തിരക്കുള്ള പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും സന്തോഷമില്ല. പല പുണ്യസ്ഥലങ്ങളിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ വേദനിക്കുന്നുണ്ട്. എന്താ കൊച്ചിയിലുണ്ടായത്? 10 സ്ത്രീകൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ടീച്ചർ മുകളിൽ നിന്ന് താഴെ വീണു അല്ലേ? നമ്മളെല്ലാവരും ദുഃഖിച്ചു. അതുപോലും നോക്കാൻ അറിയാത്ത ഭരണകൂടം എറണാകുളത്തുണ്ടായിരുന്നു. ഒരു കെട്ടിടം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോർഡ് കെട്ടേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത്രയും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഇത്ര കണ്ട് സ്നേഹമാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുത്താൽ പോരെ? അതല്ലേ നല്ലത്? അവിടെ ഇരുന്നുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കലാപരിപാടികൾ നിർത്താൻ മിസ്റ്റർ ബ്രിട്ടാസ് തയ്യാറാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.